കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കർത്താവിൻ്റെ ദാസന്മാരെയും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം ആദ്യത്തെ 12 അധ്യായങ്ങൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയെ കാണിക്കുന്ന ഒരു അധ്യായങ്ങളാണ്. 13 തൊട്ട് 16 വരെയുള്ള അധ്യായങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തിപരമായി സംസാരിച്ച പ്രൈവറ്റ് മിനിസ്ട്രിയാണ്. 17-ാം അധ്യായം കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയും 18 തൊട്ട് 20 വരെയുള്ള അധ്യായങ്ങൾ യേശുവിനെ പിടിക്കുകയും ട്രയൽ ചെയ്യുകയും ക്രൂശിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും അതിനുശേഷം 21-ാം അധ്യായം പത്രോസിൻ്റെ യഥാസ്ഥാനവും കൺക്ലൂഷനുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ 12-ാമത്തെ അധ്യായം ഇതുവരെ കർത്താവ് ചെയ്ത ആ പബ്ലിക് മിനിസ്ട്രിയെ വിലയിരുത്തുന്ന ഒരു അധ്യായമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ജീസസ് ഇതുവരെ ചെയ്തത് എന്താണ്, വാട്ട് ഡിഡ് ഹി ഡു, അതിനെ ഒന്ന് വിലയിരുത്തിയ 12-ാം അധ്യായം. യേശു എന്തൊക്കെയാണ് ചെയ്തത്? ഈ 11 അധ്യായങ്ങൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, 38 സംവത്സരം ബെത്സേദ കുളത്തിനടുത്ത് കിടന്നവനെ സൗഖ്യമാക്കി, ലാസറിനെ ഉയർപ്പിച്ചു എന്ന് വേണ്ട അനേക വലിയ കാര്യങ്ങളെ കർത്താവ് തൻ്റെ പബ്ലിക് മിനിസ്ട്രിയിൽ ചെയ്തിട്ടും ഈ 12-ാം അധ്യായത്തിൽ തൻ്റെ മിനിസ്ട്രി ഒന്ന് വിലയിരുത്തുമ്പോൾ അതൊന്നും പറയുന്നില്ല. എന്നാൽ 12-ാം അധ്യായത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചു. 12-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യവും 37-ാമത്തെ വാക്യവും ഒന്ന് നോക്കിക്കേ. 36, 37. ആ ആ ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി. 37-ാമത്തെ വാക്യം. അവർ കാണെ അവൻ ഇത്ര വലിയ വളരെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഇനി 44-ാമത്തെ വാക്യം 44. യേശു വിളിച്ചു പറഞ്ഞു എന്ന് മലയാളത്തിൽ ആണെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ദ ജീസസ് ക്രൈഡ് ഔട്ട്, കരഞ്ഞും കൊണ്ട് വിളിച്ചു പറയുക, ഉറക്കെ അലറി വിളിച്ചു പറയുക. എന്താ വിളിച്ചു പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ ആ ആ അപ്പോൾ ഈ 12-ാം അധ്യായത്തിൽ ജീസസിൻ്റെ 3.5 കൊല്ലത്തിൻ്റെ പബ്ലിക് മിനിസ്ട്രി വിലയിരുത്തുമ്പോൾ മാനുഷിക ദൃഷ്ടിയിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സക്സസ്, ഒരു പരാജയമാണ് മാനുഷിക ദൃഷ്ടിയിൽ നോക്കിയാൽ. കാരണം ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ജീസസിനെ അടയാളങ്ങൾ ചെയ്തു, അത്ഭുതങ്ങളെല്ലാം ചെയ്തിട്ടും ആരും വിശ്വസിച്ചില്ല. നോബഡി ബിലീവ്ഡ് ഹിം. ആ 42-ാമത്തെ വാക്യം നമ്മൾ പിന്നെ വായിക്കും. 43-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ചിലർ വിശ്വസിച്ചെങ്കിലും ദേ വർ മെൻ പ്ലീസേഴ്സ്. ആൾക്കാരെ സന്തുഷ്ടപ്പെടുത്താൻ വേണ്ടി അവർ പൊതുവിൽ ജീസസിനെ അംഗീകരിച്ചില്ല. അപ്പോൾ ഹ്യൂമൻലി സ്പീക്കിംഗ് ജീസസിൻ്റെ മിനിസ്ട്രി ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ. ഇന്ന് എന്നെപ്പോലുള്ളൊരു പ്രീച്ചർ എൻ്റെ മിനിസ്ട്രി കാണിക്കണമെങ്കിൽ ഇവിടെ ഒരു വീഡിയോ ഇടും.
6 മിനിറ്റിൻ്റെ വീഡിയോ, അതിൻ്റെ പുറകെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കാണും, ഫ്ലൂട്ടും ഗിറ്റാറും എല്ലാം കൂടെ കണ്ടിട്ട് ആൾക്കാർ എഴുന്നേൽക്കുന്നതും അഞ്ചപ്പം ഇങ്ങനെ വീഴുന്നതും മീനിങ്ങനെ വളർന്നു വരുന്നതും പച്ചവെള്ളം ഇങ്ങനെ വീഞ്ഞാകുന്നതും. അപ്പം ആ മിനിസ്ട്രിയെ കാണിക്കുക. പക്ഷെ ജീസസിൻ്റെ അടുത്ത് നോക്കിക്കേ, അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഹി ഡിഡ് മെനി സൈൻസ്, ഒത്തിരി അടയാളങ്ങൾ ചെയ്തു, പക്ഷെ അനേകർ വിശ്വസിച്ചില്ല. കർത്താവ് കരഞ്ഞും കൊണ്ട് ഈ ക്രൈയിങ് ഔട്ട് ആൻഡ് സെയിങ്, ഇഫ് യു ഡു നോട്ട് ബിലീവ് മീ, ഇഫ് യു ബിലീവ് മീ, യു ആർ ബിലീവിങ് ഹിം ഹു സെന്റ് മീ. എന്നെ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. മാനുഷിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫെയിലിയർ. സക്സസ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഹൗ ഡു വി ഡിഫൈൻ സക്സസ്? ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല സക്സസ്. 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം എന്തുണ്ടായി? മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികിൽ നിൽക്കുന്ന അത് ഇടയ്ക്കത്തെ വിട്ടു. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പൊ അതിന്റെ അർത്ഥം ഇതുവരെ ചെയ്ത മിനിസ്ട്രിയിലെല്ലാം മഹത്വം ആർക്ക് കിട്ടിയിരിക്കുക? പിതാവിന്. ഇനി ക്രൂശ് മരണത്തിൽ കൂടെ പിതാവിന് ഇനിയും മഹത്വം കർത്താവ് കൊടുക്കാൻ പോവുക. അപ്പം നമ്മൾ കാണുന്ന പോലല്ല കർത്താവ് മിനിസ്ട്രിയെയും ശുശ്രൂഷയൊക്കെ കാണുന്നല്ലേ. നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, വലിയ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. എന്നാൽ കർത്താവ് വലിയ കാര്യങ്ങളിലല്ല, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞോ? അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ സക്സസ്ഫുൾ മിനിസ്ട്രി. ആൾക്കാരുടെ അക്സെപ്റ്റൻസ് അല്ല, ആൾക്കാരുടെ മധുരവാക്കല്ല, ആൾക്കാരെ പിന്നെ അവസരം കൊടുത്തെന്നല്ല, പിന്നെന്താണ്? ഹീ ഗേവ് ഗ്ലോറി ടു ദ ഫാദർ, തൻ്റെ പിതാവിന് മഹത്വം കൊടുത്തു. അപ്പോൾ നമുക്ക് വാക്യത്തിലേക്ക് വരാം. 20-ാമത്തെ വാക്യം വായിച്ചിട്ട്, വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവരിൽ ചില ഗ്രീക്സ്, ജെൻറ്റൈൽസ്, ഇവരെങ്ങനെയാണ് ആലയത്തിൽ വന്നത്? ഇവർ യഹൂദ മതത്തെയും യഹൂദൻ്റെ ദൈവത്തെയും യഹോവയെയും ഏക ദൈവത്തെയും വിശ്വസിച്ച് സ്വീകരിച്ച് വന്നതാണ്. പക്ഷേ ഇവർ ആലയത്തിൽ വന്നെന്ന് പറഞ്ഞാലും ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. യഹൂദൻ പോകുന്നിടത്തൊന്നും ഇവർക്ക് പോകാൻ പറ്റത്തില്ല. ഇവർക്ക് ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട്, ജെൻറ്റൈൽ കോർട്ട്. അവിടെ ചെന്ന് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഭയങ്കര ബിസിനസ് നടക്കുക. ഇവൻ വലിയ ബിസിനസ് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ഡബിൾ ബിസിനസ് ഇവിടെ നടക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം കർത്താവ് ഇത് നോക്കിയിട്ട്, ഇത് കൊള്ളാലോ, ജാതി ഇവൻ അവൻ്റെ പല ദൈവങ്ങളെയൊക്കെ വിട്ടിട്ട് ഏകദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി, സ്തുതിക്കാൻ വേണ്ടി എല്ലാം വരുമ്പോൾ താണ്ടേ ഇവിടെ ഭയങ്കര ബിസിനസ് നടക്കുക. ആദ്യം ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയത് സൗകര്യത്തിന് വേണ്ടിയാണെങ്കിലും ഇത് പിന്നെ വലിയ വലിയ ബിസിനസ്സായി മാറി. മൃഗങ്ങളെയൊക്കെ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ പുരോഹിതനടുത്ത് കൊണ്ടുപോകുമ്പോൾ പുരോഹിതൻ പറയും, അയ്യോ ഇത് പോരാ, ഇതൊരു ഊനമുണ്ട്, ഇതിൻ്റെ കണ്ണ് ശരിയല്ല. അപ്പോൾ ഈ കൊണ്ടുവരുന്നവൻ്റെ നെഞ്ചത്തോട്ട് കൈവെക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ യാഗം കഴിക്കാനാണ് കൊണ്ടുവന്നത്. പേടിക്കണ്ട, ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് പറയും. അപ്പം 100 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന ഇവൻ ഈ മാർക്കറ്റിൽ കയറി വാങ്ങുമ്പോൾ അത് 400 ആവും. അതെന്താ പാസ്റ്ററെ കൂടുതൽ? കാരണം ഈ 300 രൂപ പോകുന്നത് വേറെ ഹെഡ് ഓഫീസിലാണ്, അന്നാസിൻ്റെ മാർക്കറ്റാണ് അത്. ഈ പൈസ പോകുന്നത് അങ്ങോട്ടാ. ഇതിൽ ഒരു ടാക്സ് അടയ്ക്കാൻ വേണ്ടി പൈസ കൊണ്ടുവരും. അപ്പോൾ അവിടോട്ട് കൊണ്ടുവരുമ്പോൾ അയ്യോ ഇവിടെ ഷെക്കൽ മാത്രമേ എടുക്കത്തുള്ളൂ. അയ്യോ എൻ്റെ ഷെക്കലില്ല, എൻ്റെ റിയാലാണ് ഉള്ളത്. പേടിക്കണ്ട, ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. റിയാൽ കൊടുത്താൽ ഷെക്കൽ കിട്ടും. പക്ഷേ ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷനും കൂടെ എനിക്ക് തരണം. കമ്മീഷൻ എങ്ങോട്ടാണ് പോകുന്നത് അറിയോ?
അന്നാസിൻ്റെ അടുക്കിലേക്ക്. ഇതാ കർത്താവ് പൊളിച്ചത്. അപ്പോൾ വലിയ ബിസിനസ് കണ്ട് വന്നവർ ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഇത് തന്നെ. അപ്പോൾ കർത്താവ് ഇതിനെ പൊളിച്ചു, ശുദ്ധീകരിച്ചത് ഞാൻ പറയത്തില്ല. നമ്മുടെ ബൈബിളിലൊക്കെ മേളിൽ ജീസസ് ക്ലെൻസ് എന്നൊക്കെ. ജീസസ് ക്ലെൻസ് അല്ല, ആക്ച്വലി ഇറ്റ് ഇസ് ജഡ്ജ്മെൻറ്റാണ്, ന്യായവിധി അവിടെ കൊണ്ടുവന്നേ. കാരണം ക്ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇവരൊക്കെ ഓക്കെ. ഇല്ല, കർത്താവ് ഒരാഴ്ച ക്ലീൻ ചെയ്ത് പിറ്റേ ആഴ്ച പരിപാടി കൊണ്ട് പിന്നെ വന്നു. ക്ലെൻസ് അല്ല അവിടെ നടത്തിയത്. ഇനി മേലാൽ നിന്നിൽ നിന്ന് ഒരു ഫലം വരികയില്ല. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രസംഗം വരും കേട്ടോ. ഞാൻ ആരെയും സ്തോത്രം പറയിപ്പിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വരും. ന്യായവിധി നടത്തി. കാരണം എന്താ, ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഫലമില്ല. there is no fruit. ദൈവത്തെ ആരാധിക്കാൻ വരുന്നവൻ കാണുന്നത് ബിസിനസ്സാ. ദൈവത്തെ ആരാധിക്കാൻ വരുന്നവന് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. they cannot see Jesus. അതെങ്ങനെ അറിയാം പാസ്റ്ററെ? അവിടെ താഴെ എഴുതിയിട്ടുണ്ട് 21-ാമത് 22-ാമത്തെ വാക്യം നോക്കിക്ക്. ഇവർ ഗലീലയിലെ ബേത്സീദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ജെയിംസ് ബോയ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എൻ്റെ ബുക്കിൽ ഞാൻ വായിച്ചത്, മരിച്ചുപോയി. താൻ പല അമേരിക്കനായ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ദൈവവചനം സംസാരിക്കുന്ന മനുഷ്യനാണ്. ഒരു ചർച്ചിൽ ചെന്നപ്പോൾ പുള്ളി ആ ചർച്ചിൽ എഴുതിയിരിക്കുന്ന കാര്യം ചാലഞ്ച് ചെയ്തു. ഇങ്ങനെ ഞാൻ നിൽക്കുന്ന പോലെ പുൾപിറ്റിൽ വന്ന് നിൽക്കുമ്പോൾ നേരെ നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുക, സർ വി വോണ്ട് ടു സീ ജീസസ്. യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണണം. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി മുമ്പോട്ടുള്ള അരമണിക്കൂർ എനിക്ക് ഇവിടുത്തെ കാര്യം പറയാൻ പറ്റത്തില്ല. ഏത് ടെക്സ്റ്റ് എടുത്താൽ അത് യേശുവിനെ ഇവരെ കാണിക്കണം. ജീസസിനെ കാണിക്കാത്തൊരു മതം, അതേതാ മതം? യഹൂദ മതം. അതെ, അപ്പോൾ തന്നെ ഇപ്പോഴത്തെ കോണ്ടംപററി കാര്യം കൊണ്ട് ഞാൻ പറയാം, യഹൂദ മതം അന്ന് യേശുവിനെ കാണിക്കാതിരുന്നത് പോലെ പെന്തക്കോസ്തും ഒരു മതമായി. ജീസസിനെ കാണിക്കുന്നില്ല. ജീസസ് തരുന്നത് പറയുന്നുണ്ട്, ജീസസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ബട്ട് ഹൗ ക്യാൻ വി സീ ജീസസ്? ഞങ്ങൾക്ക് യേശുവിനെ കാണണം. We want to see Jesus. വരുന്നവരെല്ലാം പറയുന്നത് എന്തോ കിട്ടുമെന്ന. ഇന്ത്യയെ, യേശു ഇന്ത്യയെ. We want to see him. പത്താം അധ്യായം 10-ാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. 10-10 എന്താ? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നില്ല. ആരായി കള്ളൻ? ആരായി കള്ളൻ? സൺഡേ സ്കൂൾ ടീച്ചർമാരെങ്കിലും ഒന്ന് പറഞ്ഞേ, ആരായി കള്ളൻ? പറ. ഡെവിള്. ആര് പറഞ്ഞു? അല്ല, നമ്മളോട് ആര് പറഞ്ഞു? ആരാ പറഞ്ഞ? നമ്മളോട് ആരാ പറഞ്ഞ ഡെവിൾ എന്നാന്ന്? NIV ബൈബിളുണ്ടോ പിള്ളേരുടെ കയ്യിൽ? NIV ഇല്ല. ഉണ്ടോ? ആരുടെയിലാ ഉള്ളത്? ഒന്ന് വായിച്ച മോളെ. 10-1 വായിര്. 10:1. Very truly I tell you, Pharisees. ഇനി wait, 6 verse 6. Jesus used this figure of speech. But the Pharisees did not understand what he was telling them. അപ്പോൾ കള്ളൻ ആരാ? നമ്മളെല്ലാ കാര്യത്തിലും പിശാചിനെ വലിച്ചിടും. ഇത് പിശാചല്ല, കള്ളൻ പിശാച് പറഞ്ഞിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പിശാച് കള്ളനാന്ന് പറയുന്നത്. അതല്ല ഇത് വിളിക്കുന്നത് ആരാന്നറിയുമ്പോൾ പരീക്ഷനെ. പച്ച മലയാളത്തിൽ പറഞ്ഞ പാസ്റ്റർമാരെ. ഇവരെന്തോ ചെയ്യുന്നറിയോ? ജീസസിനെ കാണിക്കുന്നില്ല. 9-ാം അധ്യായത്തിൽ യേശു ഒരു അന്ധനെ സൗഖ്യമാക്കിയപ്പോൾ ഇവർ പിടിച്ചു വച്ചിരിക്കുക, അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നതാണോ? ആ പരീക്ഷനെ നോക്കിയിട്ട് പറയുക, കള്ളനാ, ഈസ് എ തീഫ്.
ഒരു ദൂത് ഞാൻ പറയും. ഇത് ചിലപ്പോൾ ദൂതാന്ന് നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും. തലേ കൈവച്ച് മോനെ മകളെ നിന്നെ ഒരു മഞ്ഞ് പെയ്യുന്ന ദേശം, അതൊക്കെയാ ദൂത്. ഇതാ ദൂത്. എന്തോ ദൂത് അറിയാമോ? യേശുവിനെ കാണിക്കാത്ത ഒരു ദേവദാസന്മാരും പാസ്റ്റർമാരല്ല. എനിക്കറിയത്തില്ല നിങ്ങളോട് ആരും വന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന്. ജീസസിനെ കാണിക്കാത്ത ഒരു ദേവദാസന്മാരും ദൈവദാസന്മാരല്ല. ദൈവദാസന്റെ ജോലി ജീസസിനെ ജനത്തെ കാണിക്കാനുള്ളതാ. പ്രവാചകന്റെ ജോലി എന്തുവാ? പ്രവാചകന്റെ ജോലി ബന്ധനം വഹിക്കാൻ അല്ലേ? നമ്മുടെ ബന്ധനം എന്തുവെന്ന് പറ. നമ്മുടെ ബന്ധനം എന്തുവെന്ന് പറ. നമ്മുടെ ബന്ധം യേശുവിനെ നമുക്ക് കാണാൻ കഴിയാത്തതാണ് നമ്മുടെ ബന്ധനം. അത് ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ച് പ്രവാചകൻ സംസാരിച്ചാൽ നമ്മുടെ ബന്ധനം പോകും. ഒരു കൂടോത്രമല്ല നമ്മുടെ ബന്ധനം. അല്ലാതെ ഒന്നും കുഴിച്ചിട്ടതല്ല. അയ്യോ, അത് പറയുമ്പോൾ ഭയങ്കര ആരാധനയാണ്. സ്വോത്രം പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു തകിട് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ജീസസിനെ നീ കാണുന്നില്ല കുഞ്ഞെ, ജീസസിനെ കാണുന്നില്ല അമ്മാമേ, യേശു തരുന്നതാ നീ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ദൂതല്ലേ? ഷോ അസ് ജീസസ് ക്രൈസ്റ്റ്. 2024 ഈ ദൈവസഭ കരയണം. വി വാണ്ട് ടു സീ ജീസസ്. കരയണം, കരയണം. We should cry for it. നെടുമ്പാട് വീണ് കരയണം. We want to see Jesus. ഞങ്ങൾക്ക് യേശുവിനെ കാണണം. അതിന് തടസ്സം വെക്കുന്ന എല്ലാ പെന്തക്കോസ് മതത്തിൽ നിന്നും യേശു വെളിയിൽ കൊണ്ടുവരട്ടെ നമ്മളെ. സ്തോത്രം, സ്തോത്രം. പെന്തക്കോസ് മതത്തിൽ ഇപ്പം നമ്മൾ ഇതിലോട്ട് വരുമ്പോഴേ അവിടെ ട്രീ കണ്ടില്ലേ, ക്രിസ്മസ് ട്രീ. എനിക്ക് നിങ്ങളെക്കുറിച്ച് ആരെക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ പെന്തക്കോസായാലും നമ്മളൊരു പുച്ഛത്തോടെ അതിലോട്ട് നോക്കുന്നല്ലേ. അവനൊക്കെ ട്രീ വെച്ചിരിക്കുന്നു. 25-ാം തീയതി പറഞ്ഞ അലർജിയാണ് നമുക്ക് അല്ലേ? 31-ാം തീയതി നമ്മൾ എന്തു ചെയ്യുന്നേ? 11:55 അടിയാ. കീബോർഡിലുള്ള അടി, കൈയടി, അന്യഭാഷ എടുത്തത്. കാരണം അന്യഭാഷ പറഞ്ഞ് നമുക്ക് 1-ാം തീയതിയിലോട്ട് പ്രവേശിക്കാം. 1-ാം തീയതി ഒന്ന് വെച്ച് നോക്കിക്കേ മീറ്റിംഗ്. 1-ാം തീയതി നമുക്ക് ഈ വർഷം 31-ാം തീയതി വേണ്ട. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ പിണങ്ങും. എന്താ പിണങ്ങുന്നതെന്ന് അറിയാമോ? മതത്തിലാ. മതത്തിലാ. നമ്മൾ 25-ാം തീയതി ആഘോഷിക്കുന്നില്ല. നമ്മളുടെ ക്രിസ്മസ് 31-ാം തീയതി. മതം. സ്തോത്രം. ഈ അന്ധനെ ജീസസിനെ കാണിക്കാതെ ഈ അന്ധനെ തടുത്തു വെച്ചിരിക്കുക ഈ പരീക്ഷൻ. അത് നമുക്കറിയാമോ? ഇല്ല, നമുക്കറിയത്തില്ല. കാരണം വരുന്ന പുള്ളി പറഞ്ഞിട്ടുണ്ട് 3-ാം മാസം 3-ാം തീയതി നീ പോകും. പേപ്പർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക, ഫയലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുക, ഓഫീസുകളൊക്കെ കുലുങ്ങും. ഒരു കാര്യം മനസ്സിലാക്കണം, ജീസസിനെ മറച്ചു വെക്കുക ഈ പുള്ളി. യഥാർത്ഥ പ്രവാചകനെ ജീസസിനെ മറച്ചു വെക്കുകയല്ല, ഈ പുസ്തകം തുറന്ന് വ്യാഖ്യാനിച്ച് ജീസസിനെ കാണിക്കും. ജീസസിനെ കണ്ടാൽ, നിസ്തുല്യനായ ക്രിസ്തുവിനെ നാം കണ്ടാൽ, നിസ്തുല്യനായ ക്രിസ്തുവിനെ നാം കണ്ടാൽ ഒരു പ്രവാചകൻ്റെ അടുക്കും പോവണ്ട. പുതിയ നിയമം ഞാൻ പഠിച്ചപ്പോഴേ നമ്മളല്ല പ്രവാചകൻ്റെ അടുക്കൽ പോവേണ്ടത്. കർത്താവിന് നിന്നോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഈ വചനത്തിൽ കൂടെ സംസാരിക്കും. അതല്ല, ഒരു പ്രവാചകൻ കൂടെ ആണെങ്കിൽ ആ മനുഷ്യനെ നിൻ്റെ അടുക്കൽ അയക്കും. നിങ്ങളിപ്പോൾ കൈയടിക്കും, വേറൊരാൾ വന്ന് വേറൊരു കാര്യം പറയുമ്പോൾ അതിലും കൈയടിക്കും. ഞാൻ ഈ കൈയടിയിലൊന്നും വീഴത്തില്ല. വളരെ വിഷമത്തോടെ ഞാൻ ഈ പറയുന്നത് കേട്ടോ. വളരെ വേദനയോടെ ഞാൻ ഈ കാര്യം പറയുന്നത്. ഡീപ്പ് ഇൻ മൈ ഹാർട്ട് ഹാവ് എ പെയിൻ. നമ്മളെല്ലാത്തിലും കൈയടിക്കുക. കേൾക്കുന്നുണ്ടോ? ഇവൻ വന്നിട്ട് ഈ പറയുന്ന കാര്യം ആദ്യം നമ്മളെ കൈയടിപ്പിക്കും. കൈയടിപ്പിച്ചിട്ട് ഇമോഷണൽ ആക്കിയിട്ട്, കാരണം അങ്ങനെ നമ്മുടെ ബുദ്ധി പറയുന്നത്. പിന്നെ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവത്തുമില്ല. കാരണം കൈയടിയിൽ ഇതങ്ങ് പോയി. എല്ലാ കാര്യത്തിലും കൈയടിക്കരുത്, എല്ലാ കാര്യത്തിലും സ്തോത്രം പറയരുത്. ശോധന ചെയ്യണം. ഇത് എന്നെ ജീസസിനെ കാണിക്കാതിരിക്കാൻ മറച്ചു വെക്കുകയാണോ, ജീസസിനെ തുറന്ന് കാണിക്കുകയാണോ? ഈ മതം, പെന്തക്കോസ് മതം ഞാൻ കാണിക്കാം. 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 18-ാം അധ്യായം 28-ാമത്തെ വാക്യം.
പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഭാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് ഒരു മിനിറ്റ്, അവർ അശുദ്ധമാകാതെ പെസഹ കഴിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? പക്ഷെ ആരെ അകത്ത് കയറ്റി വിട്ടു? പെസഹ കുഞ്ഞാടിനെ അകത്ത് കയറ്റി വിട്ടിട്ട് ഇവർ പറയുന്നത് ഞങ്ങളകത്ത് പോകത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളാരാ? ഞങ്ങൾ പഴയ പാരമ്പര്യ പെന്തക്കോസ്തുകാരാ, അങ്ങനൊന്നും അശുദ്ധരാവത്തില്ല. എന്തുവാ ഇവിടെ വെളിപ്പാടുണ്ടോ നോക്കിക്ക്. പെസഹ കുഞ്ഞാടിനെ അകത്ത് വിട്ടിരിക്കുക, എന്നിട്ട് ഇവർ പറയുക ഞങ്ങൾ വെളിയിൽ നിൽക്കത്തുള്ളൂ, ഞങ്ങളകത്ത് പോകത്തില്ലെന്ന്. വേർ ഇസ് ദ റെവലേഷൻ? വെളിയിലുള്ള ഒരു ഭാഗ്യപ്രകടനമല്ലാതെ അന്ത്യകാലത്തിൽ ഏറ്റവും വലിയ ലക്ഷണമാണ് കേട്ടോ. ഇവിടെ ബോംബിടുന്നു അത് ഇതിടുന്നൊന്നും അല്ല. അന്ത്യകാലത്തിൽ ഏറ്റവും വലിയ ലക്ഷണം യുദ്ധമോ ഇതൊന്നും വരും. അന്ത്യകാലത്തിൽ ഏറ്റവും വലിയ ലക്ഷണം ഭക്തിയുടെ വേഷം ധരിക്കും, അതിൻ്റെ ശക്തി അകത്തില്ല. വേഷമുണ്ട്, ശക്തി അകത്തില്ല. അതാണ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ഈ മതത്തിൽ നിന്ന് നമുക്ക് വെളി വരണ്ടേ പ്രിയരെ? ഈ മതത്തിൽ നിന്ന് വെളി വരണ്ടേ നമുക്ക്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീസസിനെ കാണുവാൻ, ആ ജീവനുള്ള കർത്താവിനെ, ആ നിസ്തുല്യതയെ, ജീസസ് ആരാ എന്ന് നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ വരച്ച് കാണിക്കട്ടെ. അല്ലെങ്കിൽ അടുത്തൊരു തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ജീസസിനെ നമ്മൾ ഇന്ന് കാണിച്ചില്ലെങ്കിൽ they won't see Jesus. ഹല്ലേലൂയ. അപ്പം അന്ത്രയോസും ഫിലിപ്പോസും യേശുവിൻ്റെ അടുക്ക വന്നിട്ട് എന്താ ചെയ്തത്? അടുത്ത വാക്യം മടങ്ങി വരാം, 23-ാമത്തെ വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഈ നാഴിക എന്നുള്ള കാര്യം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 2:4, 7:30 ഈ പല വാക്യങ്ങളിൽ നമുക്ക് നാഴിക ആർ എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താ ഈ നാഴികേൻ്റെ അർത്ഥം? 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾക്ക് വായിക്കുമ്പോൾ അല്പം വ്യക്തത നമുക്കവിടെ കിട്ടും. എന്താ നാഴികയുടെ അർത്ഥം? പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. അപ്പൊ നാഴിക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകം വിട്ട് ക്രൂശ് മരണത്തിൽ കൂടെ കർത്താവ് പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആ സമയം, ഇറ്റ് ഈസ് ക്രൂസിഫിക്കേഷൻ, ഇറ്റ് ഈസ് റിസറക്ഷൻ, ഇറ്റ് ഈസ് അസെൻഷൻ. ഇതിനെയാണ് ആർ അല്ലെങ്കിൽ നാഴിക എന്ന് വിളിക്കുന്നത്. ഈ നാഴിക വന്നു എന്ന് കർത്താവ് അറിഞ്ഞിട്ട് പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള സമയം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? വൈ ഡിഡ് ജീസസ് സേ ദാറ്റ്? ഈ യവനന്മാർ വന്നപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? കാരണം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല, സമയമില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാ ആലയം വിളിക്കപ്പെടും. ഫോർ ഹൂം? നേഷൻസ്, ജാതികൾക്ക്. യഹൂദൻ്റെ മാത്രം കുത്തകയല്ല, അനേക ജാതികൾ എൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ, എൻ്റെ ഉയർപ്പിൻ്റെ ശുശ്രൂഷയിൽ അനേക ജാതികൾ വരാൻ പോകുകയാണ്. അത് യെരുശലേമിൽ പണിത ആലയത്തിലല്ല, ക്രിസ്തു എന്ന ആലയത്തിൽ ഇവരെല്ലാം കടന്നു വരാൻ പോകുകയാണ്. ആ പണിതിരുന്ന യെരുശലേമിൻ്റെ ആലയത്തെ നോക്കി ദൈവം ന്യായം വിധിച്ചിട്ട് പറയുകയാണ്, നിന്നിൽ ഇനി ഫലം കായ്ക്കുകയില്ല, വേരോടെ നീ ഉണങ്ങിപ്പോകും. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ വേരോടെ അത് ഉണങ്ങിപ്പോയെങ്കിലും ദൈവം വേറെ ഒരു ആലയത്തെ ഉയർത്തി. അതാണ് തിരുസഭ, കർത്താവിൻ്റെ തിരുസഭ. അതിൻ്റെ തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന എല്ലാ അവയവങ്ങളിലും ജീവനുണ്ട്. അവർ മതത്തിൻ്റെ അകത്തുള്ളവരല്ല, ജീവനില്ലാത്തവരല്ല. ക്രിസ്തുവിൻ്റെ തലയിൽ നിന്ന് ജീവൻ പ്രാപിച്ച ജീവക്കല്ലുകളാണ്. They are living stones. ജീവൻ്റെ കല്ലുകളായിട്ടുള്ള നമ്മൾ
ആർ വി ദ ലിവിങ് സ്റ്റോൺസ്? ഇവിടുത്തെ ചർച്ചിലെ മെമ്പർഷിപ്പ് കിട്ടാൻ വലിയ പാടില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭയിൽ നാം അംഗത്വം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പണമോ പേരോ പ്രശസ്തിയോ ഒന്നും കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ജീവൻ്റെ കർത്താവ് നമുക്ക് പുതിയ ജന്മം നൽകി മാത്രമേ നാം ജീവൻ്റെ കല്ലുകളായി തീരുകയുള്ളൂ. we should see Jesus. ആ നിസ്തുല്യത, ആ ക്രിസ്തു ആരാന്നുള്ള നിസ്തുല്യത കാണുന്ന ഒരു ദൈവവൈതലിനെ, ആ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിനെ, നീതീകരിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് മാത്രമേ ആ സഭയുടെ, ആ ശരീരത്തിൻ്റെ അംഗമായി തീരാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് 24-ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിലത്ത് വീണ് ചാകണം, അടുത്തെന്താണ്? അടുത്തെന്താ? തനിയിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ എൻ്റെ കൂടെ. നിലത്ത് വീണ് ചാകണം, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞില്ല. ഒന്നുകൂടെ, നിലത്ത് വീണ് അല്ലെങ്കിൽ ഏതാ എളുപ്പം? ഏതാ എളുപ്പം? പ്രവാചകൻ വന്ന് പറയുന്നത് ഏതാ? അയ്യോ, അറിയത്തില്ലേ? തനിയിരിക്കാനാണോ പറയുന്നത്? അല്ല, പുള്ളി അതാണോ പറയണ്ടേ? അല്ല, ചാകാനില്ലേ പറയണ്ടേ? എന്താ പറയാത്തേ? എന്താ പറയാത്തേ? ചാഹാൻ പറയത്തില്ല. ചാഹാൻ പറഞ്ഞ് ഞാൻ ആരാധന വരൂ? തനിയിരിക്കാൻ പറഞ്ഞാലോ? ആ പെങ്കൊച്ച് പറഞ്ഞ ആ സാക്ഷി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. IELTS കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകണ്ടേ? അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് എങ്ങോട്ട് പോകണമെന്നല്ലേ? അതാ തനിയിരിക്കുന്നതിൻ്റെ അർത്ഥം. ചാകുന്നതിൻ്റെ അർത്ഥം എന്തറിയാമോ? IELTS കിട്ടിയതിന് ശേഷം നാട്ടിലോട്ട് പോയി. പക്ഷെ പ്രവാചകൻ വന്നിട്ടെന്ന് പറയുന്നറിയോ? നീ IELTS പാസ്സായി, നീ അയർലൻഡിൽ ഇരിക്കും. ഈ കൊച്ചിൻ്റെ ഉള്ളിൽ ദൈവജനം പഠിക്കണമെന്ന്. അപ്പോൾ പ്രവാചകൻ വന്നിട്ടില്ല, നീ അയർലൻഡിൽ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ചാകാൻ വേണ്ടി തീരുമാനമെടുത്ത കൊച്ച് ഇപ്പം എവിടെ ഇരിക്കുക? തനിച്ച്. അതല്ല ദൂത്. അയർലൻഡിൽ പോകുന്നില്ല, എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. പ്രവാചകന്മാരെ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അപ്പനൊരു പ്രവാചകനായിരുന്നു. പ്രവാചകന്മാരുടെ എതിരൊന്നുമല്ല ഞാൻ. പക്ഷേ ഈ തനിച്ചേ ഇരിക്കണം എന്നുള്ള പറയുന്ന ദൂതിനെതിരാണ് ഞാൻ. പ്രസംഗം അങ്ങനല്ലേ? തനിച്ചിരിക്കണം എന്നുള്ള പ്രസംഗിച്ച് കൊഴുപ്പിച്ച് അങ്ങ് ആരാധിച്ച് ഇന്ന് വിടുതൽ ഏറ്റെടുത്തിട്ട് പോകണം. ആരാധിച്ച് വിടുതൽ. എനിക്കറിയത്തില്ല ഇത് എവിടുന്ന് പഠിച്ചത്. ചിലപ്പോൾ തോന്നുന്നു പൗലോസും സീലാസും ആരാധിച്ചപ്പോൾ ബന്ധനം 12-ാം അധ്യായത്തിൽ വേറൊരു പുള്ളി കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങി. അതെന്താ പാടാത്തേ? കാരാഗ്രഹത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നു, അങ്ങനെ പാടുന്നില്ലല്ലോ. ഇല്ല, ആരാധിച്ച് വിടുതലേറ്റെടുക്കുന്നതല്ല. പുതിയ നിയമത്തിൽ ആരാധനയെ കോൺസെപ്റ്റ് വ്യത്യാസമാണ്. ആരാധിച്ച് വിടുതലേറ്റെടുക്കുന്നത് വാട്ട് ഈസ് ദാറ്റ് മീൻ? സെൽഫ് സെൻറ്റേഡ് ആണോ? ഇങ്ങോട്ടുള്ള എന്തേലും ആണോ? ഹിന്ദിയിലൊരു പാട്ടുണ്ട്, സ്തുതി ആരാധന ഉപ്പർ ജാത്തി ഹേ ആശിഷിലേക്ക്. അപ്പം എന്തിനാ ഉപ്പർ ജാത്തി ഹേ? പറ. ആശിഷ് വരാനാണോ ഉപ്പർ ജാത്തിയെ? അല്ല. മീറ്റിംഗ് ആയപ്പോൾ ചിലർ പറയുന്നുണ്ട്, ഇന്നൊരു സുഖം തോന്നിയില്ല ആരാധനയ്ക്ക്. ആർക്കും സുഖം തോന്നിയില്ല. വേറൊരു പദം, ഇന്ന് കർത്താവ് നമുക്ക് നല്ല ആരാധന തന്നു. ആർക്ക് നല്ലത്? നമ്മളിത് എവിടുന്നൊക്കെ പഠിച്ച്? എനിക്കറിയത്തില്ല എവിടുന്നായി പഠിച്ച് ഇതൊക്കെ. ആരാധന എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 2 മണിക്കൂർ ചെയ്യുന്ന ഒരു സംഭവമാണോ? A.W. ടോസർ പറയുന്നത്, ഇഫ് എ മാൻ ഡസ് നോട്ട് വർഷിപ്പ് 7 days, he is not worshipping 2 hours in a day. 7 ദിവസം ആരാധിക്കാത്ത ഒരു പുള്ളിയും വെള്ളിയാഴ്ച വന്ന് 2 മണിക്കൂർ കാണിക്കുന്ന ഒരു പ്രകർശനമല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് ആരാധന. സ്തോത്രം. അത് ഇവിടെ നടക്കണം, വെളിയിൽ ഇറങ്ങിയാലും നടക്കണം. എൻ്റെ ഇഷ്ടം നടക്കരുത്, എൻ്റെ ഹിതം നടക്കരുത്. ഞാൻ IELTS എഴുതി, എൻ്റെ ഹിതമല്ല പിതാവേ, അവിടുത്തെ ഹിതം നടക്കണമെന്ന് ആ പ്രിയ മകൾ പറഞ്ഞതുപോലെ
എൻ്റെ ഹിതം നടക്കല് കർത്താവേ. ഞാൻ എഴുതി കൂട്ടി വെച്ച കുറേ പ്ലാൻസുകളുണ്ട്, ബട്ട് നോ നത്തിങ്, അതൊന്നും നടക്കല്ല. അവിടുത്തെ വഴി, അവിടുത്തെ ഹിതം എന്നെ കാണിക്കണമേ. ദാറ്റ് ഈസ് വർഷിപ്പ്. അതിൽ പാട്ട് പാടുന്നില്ല, അതിൽ കൈകൊട്ടുന്നില്ല, അതിൽ ഇതെല്ലാം വേണം, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ആരാധന കണ്ടോ, എന്നെ തന്നെ സമർപ്പിക്കുന്നത്. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്തൊക്കെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഇതാണ് ബുദ്ധിയുള്ള ആരാധന. എന്താ ആരാധന? ശരീരം എന്ന് പറഞ്ഞ വായും കൈയും കാലും കൊടുക്കുന്നത് മാത്രമല്ല, എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ്, എൻ്റെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. പാട്ട് പാടുക മാത്രമല്ല, ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതല്ലേ ആരാധന എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞിട്ട് ഓഫറിങ് ഇടും, ഇതിനകത്തൊരു ഓഫറിങ് ഇടും. 50 റിയാൽ 100 റിയാൽ ഇട്ട് 50 റിയാൽ ഇട്ടിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം, സഹോദര ഞാൻ ഇട്ടതിങ്ങിത്താ പറയൂ. ഇട്ടെങ്കിൽ ഇട്ടതെന്നതുപോലെ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചെങ്കിൽ അതിനെ മടക്കിയെടുക്കത്തില്ല. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെ പ്ലാനിന് വേണ്ടി, എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ മടക്കിയെടുക്കത്തില്ല. വൺസ് ഐ ഓഫർ ഫോർ ഹിം, ഐ ഗിവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. അത് വായും കൈയും മാത്രമല്ല പ്രിയരെ, എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം, എൻ്റെ ഇൻറ്റൻഷൻസ്, എൻ്റെ ആംബിഷൻസ്, എൻ്റെ പഠിത്തം, എല്ലാം ഐ ഗീവ് കംപ്ലീറ്റ്ലി, ഓഫർ മൈസെൽഫ് ടു യു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് ഫലം കായ്ക്കുകയില്ല. There is no fruit without this. Hallelujah. ഇതാരെക്കുറിച്ചായി പറയുന്നത്? ജീസസ് അങ്ങനെ ആയിരുന്നു. ജീസസ് വാസ് ലൈക്ക് ദാറ്റ്. താൻ ഈ ഭൂമിയിൽ വന്ന സമയം തൊട്ട് ടിൽ ഈ അസെൻഡഡ്, ആ സമയം വരെ he did not do his own will. തൻ്റെ ഹിതം ചെയ്തില്ല. നെവർ. പിതാവിനെ മാത്രം പ്രസാദിപ്പിച്ച് ജീവിക്കുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ ഇടയ്ക്ക് ചിലർ പറയുമായിരിക്കും, ഇപ്പോൾ കർത്താവിനെ പോലൊക്കെ ജീവിക്കുന്ന ആരിലും ഉണ്ടോ പാസ്റ്ററെ? അതെന്താ നമ്മൾ അങ്ങനെ പറയുന്നറിയാമോ? ഈ പുസ്തകത്തിൽ നിന്ന് ഒത്തിരി ദൂരെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിൻ്റെ അടുത്തോട്ടൊന്ന് വാ, ഈ പുസ്തകത്തിൻ്റെ അടുത്തോട്ടൊന്ന് വാ, നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന്. കർത്താവിൻ്റെ ജീവിതത്തെ ഇവിടെ കാണിച്ചിട്ട് 25-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. അതിനെ കളയും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ എന്ത് ചെയ്യും? കളയും. 12-ാം അധ്യായം പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഇനി 9 മിനിറ്റ് കൂടെ ഉള്ളൂ, പെട്ടെന്ന് എടുത്തട്ടെ. 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഒന്ന് നോക്കിക്കേ. എന്നാൽ അവന്റെ ശിഷ്യന്മാർ 3-ാം വാക്യം തൊട്ട് വായിച്ചു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ്. സ്പ്രേ മണത്തപ്പം പൈസ എത്രയെന്ന് പറഞ്ഞു. ചുമ്മാ ഇങ്ങനെ 300 രൂപയല്ലേ? അപ്പൊ ഇവന്റെ ഉള്ളിലെ പണക്കോതി ഒന്ന് നോക്കിക്കേ, ഇവൻ്റെ ഉള്ളിലെ പണക്കൊതി നോക്കിക്കേ. പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ട് ജീസസിനെ. എൻ്റെ പൊന്നച്ച, പണക്കൊതിയും കൊണ്ടിരിക്കുന്ന അച്ഛ കേക്ക്. ഈ കൈയടിച്ചോണ്ട് ഒരു കാര്യമില്ല. മോള് പറയാ, എനിക്ക് മമ്മി എനിക്ക് ബൈബിൾ കോളേജ് പോകണം. എടി ബൈബിൾ കോളേജ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ നല്ല പഠിപ്പും വിദ്യാഭ്യാസം നല്ല ബുദ്ധിയില്ലേ, നീ എന്തോ ഈ പറയുന്നത് ബൈബിൾ കോളേജ്? അപ്പോൾ അവളും വിചാരിക്കും ശരിയാ. അതിന് സപ്പോർട്ട് അപ്പനും. ഇത്രയും നിനക്ക് വേണ്ടി ചെയ്തിട്ട് ഇത്രയും ചിലവാക്കിയിട്ട് നീ ബൈബിൾ കോളേജിൽ പോകുന്നു. അപ്പോൾ ഇവള് എന്തൊക്കെ ശരിയാ, എന്നാൽ ഞാൻ പോകുന്നില്ല. നമ്മളെന്തോ കൊച്ചിനെ പഠിപ്പിച്ചെന്നറിയോ? മോളെ വേദപുസ്തകം പഠിക്കുന്നതല്ല, പണവാ വല്യെന്ന്. പക്ഷേ ഈ അമ്മാമ്മയും വെള്ളിയാഴ്ച ഒന്ന് ഭയങ്കര ആരാധനയാണ്. സ്തോത്രം വരുത്തില്ല. പണക്കൊതിയും കൊണ്ടിരിക്കുക. ഈ പുള്ളി നോക്കിക്കേ, ഉള്ളി പണക്കൊതി ഉണ്ടെന്ന് ബാക്കി 11 പേർക്ക് അറിയായിരുന്നോ? അവരും അല്ലേ പറഞ്ഞ സ്തോത്രം. ജൂഡാസ് ബ്രദർ പറയുന്നത് കറക്റ്റാണ്, നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കണം, യേശുവിനെ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്? അവരും ചിന്തിച്ചത് പുള്ളി പറയുന്നത് കറക്റ്റാണെന്നാണ്.
പക്ഷേ കർത്താവ് ഉയർത്തപ്പെട്ട് ഇവൻ തൂങ്ങിച്ചത്തപ്പോഴാണ് മനസ്സിലായത് ഇവൻ കള്ളനായിരുന്നു. അപ്പം പണക്കൊതി ഉള്ളിലുണ്ടെങ്കിലും നല്ല ബ്രദറും നല്ല സിസ്റ്ററുമായിട്ട് നടക്കാം അല്ലേ? നടക്കാം. നിങ്ങൾ എന്നെ വല്ലാതെ നോക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? കർത്താവ് പറയുക മാമോനെയും ദൈവത്തെയും എന്താ പെതുക്കെ പറയുന്നേ? ഉറക്കെ പറ. ഇല്ലെങ്കിൽ ഉറക്കെ പറ. അപ്പോൾ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ബ്രദറെ, പാസ്റ്ററിന് അറിയത്തില്ല, ഞങ്ങൾ അതൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് പോവുക. കർത്താവ് അങ്ങനെയൊക്കെ പറയും മാമോനെ ദൈവം, പക്ഷേ ഞങ്ങൾ 21 ദിവസം ഇരുന്നിട്ട് ശക്തിപ്പെട്ടിട്ട് പോവുക. സ്തോത്രം. പണക്കൊതി അകത്തിരിക്കുക. ഈ നോക്കിക്കേ, പണക്കൊതി എവിടാ പോയി എത്തിയത്? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. പണക്കൊതി എത്തിച്ചത് ഇവനെ തൂങ്ങിച്ചാകാനാണെങ്കിൽ ഒരു മുന്നറിയിപ്പായി ദൈവസഭയോട് പറയുക, മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. പണം എന്ന് പറയുന്നത് മാത്രമല്ല, മാമോൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എവറിത്തിങ്, ഈവൻ കംഫർട്ട്. ചില പുള്ളികളുണ്ട് എല്ലാ വർഷവും മൊബൈലിൽ മാറ്റും. ഓത്രം പറ്റത്തില്ല. 11 മാസം ആകുമ്പോൾ അത് പഴയതാകുക. മാമോനാ മോനെ, അത് മാമോനാ. സ്തോത്രം. അറിയാം, എനിക്ക് സ്തോത്രം വരുത്തില്ലെന്നറിയാം. ലക്ഷറി മാമോനാത്, പ്ലഷർ മാമോനാത്, കൂടുതൽ ഉറക്കവും മാമോനാ. എൻ്റെ പാസ്റ്റർ ഇനി വിവരിക്കാതിരിക്കെ, മാമോനാ. ഇത് വെച്ചിട്ടാണ് പാടുന്നത് ഐ സറണ്ടർ ഓൾ. പണ്ട് ഗോർഡൻ ഡീഫി പെൻറ്റക്കോസ്റ്റൽ സ്കോളറാണ് പുള്ളി പറഞ്ഞത്. ഗോർഡൻ ഡീഫി ആണ് A.W. ടോസർ പറഞ്ഞത്, ക്രിസ്ത്യൻസ് ഡോണ്ട് സേ ലൈ, ദേ ജസ്റ്റ് സിങ് ലൈസ്. അവർ കള്ളം പറയത്തില്ല, കള്ളം പാടത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവൻ്റെ പണക്കൊതി കണ്ടോ എവിടെ കൊണ്ടെത്തിച്ചത്? പിശാചകത്ത് കയറി. ഇനി 12-ാം അധ്യായത്തിൻ്റെ 42 അടുത്തൊരു മാമോനെ നോക്കിക്കൂ. 12-42-43. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇപ്പൊ എന്തിനാ കള്ളപ്രവാചകൻ വന്ന് കള്ളം പറയുന്നത് മനസ്സിലായോ? ദൈവത്തെക്കാൾ അവർക്ക് കൂടുതൽ എന്തുവാ? അപ്പോൾ പണക്കൊതിയുള്ള അച്ഛനോട് പണക്കൊതി എന്ന് പുള്ളി പറയൂ? പറയത്തില്ല. നിനക്ക് ഒരു വണ്ടിയും കൂടെ ഞാൻ കാണുന്നു, ഒരു ചുമന്ന വണ്ടി. അത് എന്നിട്ടൊരു വാക്യം കൂടെ ഉണ്ട്, ഒരു കണ്ണ് കണ്ടിട്ടുമില്ല. അപ്പോൾ വാക്യവും കിട്ടി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഉണ്ടാക്കിയ മാനുഫാക്ചർ ഈ വണ്ടി കണ്ടില്ലേ? എഞ്ചിനീയറുടെ മനസ്സിൽ കൂടെ ഇത് പോയില്ലേ? അയ്യോ, അതല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം. നമ്മളെ ആരോ പറഞ്ഞ് പറ്റിച്ച്. പണക്കൊതിയുള്ള അച്ഛനോട് പറയുകയാണ് ഒന്നുകൂടെ കിട്ടുമെന്ന്. അപ്പോൾ ഈ പുള്ളി എന്ത് ചോദിക്കണം? എടാ, പണക്കൊതി ഉണ്ടെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നല്ലോ, ഹല്ലേലൂയ. അവനും ഹല്ലേലൂയ പറയും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലണ്ടായിട്ട് പറയുക കേട്ടോ. പ്രിയ ദൈവമക്കളെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇത് കുഞ്ഞുകളിയല്ല. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാത കോൺസിക്വൻസസ് വെരി ഹൈ. ചെറിയ നമ്മൾ വിചാരിക്കുക പണമുള്ളവനെ പണക്കൊതി അല്ല, പണം ഇല്ലാത്തവൻ്റെ ഉള്ളിൽ കൊതിയുണ്ട് ഇത് കിട്ടണമെന്നുള്ളത്. ഇവിടെ മനുഷ്യരുടെ ഗ്ലോറിയാണ് അന്വേഷിക്കുന്നത്, ദൈവത്തിൻ്റെ ഗ്ലോറി അല്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്തണം. സ്നാനപ്പെട്ടിട്ടുണ്ട്, പക്ഷെ വർത്തമാനയിലാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്. എന്താ ഇങ്ങ് വരാത്തത്? അപ്പച്ചനും അമ്മച്ചി ഇതുവരെ ജീവിച്ചിരിക്കുക, അവർ പോയിട്ടിങ്ങ് വരാം. അതിനു മുമ്പേ നീ പോകുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? സ്നേഹം കണ്ടോ? ലോകത്തിലെ ജീവനെയാ സ്നേഹിക്കുന്നത്. ആൾക്കാർ എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? വാട്ട് പീപ്പിൾ സേ അബൌട്ട് മീ, വാട്ട് പീപ്പിൾ ടെൽ അബൌട്ട് മീ, മൈ ക്ലോത്ത്സ്, എൻ്റെ തുണി,
എൻ്റെ ടാലൻറ്റ്, വാട്ട് പീപ്പിൾ ടെൽ അബൌട്ട് മീ, അതാണ് എപ്പോഴുള്ള ഫോക്കസ്. അതിനെ പകയ്ക്കണം, അത് നിലത്ത് വീണ് ചാകണം. അത് ചത്തെങ്കിൽ മാത്രമേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം പ്രിയരെ, വി കനോട്ട് ബി എ ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻസ്. ബഹളം ഉണ്ടാകും, ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരിക്കും. വി വോണ്ട് ബെയർ ഫ്രൂട്ട്. അടുത്ത വാക്യോട് വായിച്ചിട്ട് ഞാൻ നിർത്തുക. 26-ാമത്തെ വാക്യം. എന്നിട്ട് ഇത് പറഞ്ഞിട്ട്, ഗോതമ്പ് മണി എന്ന് പറഞ്ഞാൽ ജീസസിൻ്റെ ലൈഫ് പറഞ്ഞിട്ട് 26-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ശുശ്രൂഷന്റെ അർത്ഥം എന്തുവാ? എൻ്റെ കുഞ്ഞിലെ കൺവെൻഷൻ വെക്കുമ്പോൾ ആൾക്കാർ തമ്മിൽ വിശ്വാസം വയ്ക്കുന്നത് ശുശ്രൂഷയുള്ള മനുഷ്യനാണോ? അപ്പം അന്ന് കാലത്ത് ശുശ്രൂഷയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ പ്രവചന ശുശ്രൂഷ, രോഗശാന്തി പ്രവചന ശുശ്രൂഷ, അതാണ് ശുശ്രൂഷ. അപ്പം നമ്മുടെ മനസ്സ് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ്. എന്നാൽ ഇവിടെ നോക്കിക്ക, നേരെ തിരിച്ച ആക്ടിവിറ്റീസ് അല്ല. ജീസസിൻ്റെ പിന്നാലെ ജീസസ് ഗോതമ്പ് മണി താഴെ വീണ് ചത്തതുപോലെ ഞാനും നിലത്ത് വീണ് ചാകും. ഐ വിൽ ഡൈ ടു മൈ സെൽഫ്. അതാ ട്രൂ സർവീസ്, അതാണ് യഥാർത്ഥ ശുശ്രൂഷ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ, ഞാനിവിടെ കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞതാ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അതൊന്ന്. 2, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കും. അടുത്തത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ പിതാവ് മാനിക്കും. 3 കാര്യം കണ്ടോ? ഫോൾസ് ടീച്ചർ, ഫോൾസ് പ്രോഫറ്റ്. ആദ്യത്തെ കാര്യം പറയത്തില്ല. ഏതാ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ, അത് പറയത്തില്ല. കാരണം അത് കോസ്റ്റാ, അത് വില കൊടുക്കേണ്ടതാ, അത് നിലത്ത് വീണ്ടും ചാകേണ്ടതാ. പക്ഷെ ബാക്കി 2 പറയും. ഏതാ ബാക്കി 2? ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൂടെ ഇപ്പം ഇരിക്കുന്ന ഇനി നിനക്ക് രോഗം വരുത്തില്ല. ഇനി നിനക്ക് എന്താ വരുത്തില്ല? രോഗം. ഇനി നിനക്ക് പ്രയാസം വരുത്തില്ല, ഇനി നിനക്ക് ബുദ്ധിമുട്ട് വരുത്തില്ല, ഒന്നും നിന്റെ അടുക്കൽ വരുത്തില്ല. ഇത് കൊറോണയ്ക്ക് മുമ്പേ 31-ാം തീയതി പറഞ്ഞതാ, ദാണ്ട് കിടക്കുന്നു. 3 ആഴ്ചയപ്പോൾ എല്ലാം ക്ലോസായി. 91-ാം സങ്കീർത്തനം ഘോരഘോരം പറഞ്ഞുകൊണ്ട് നടന്നതാ കൊറോണയുടെ സമയത്ത്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുത്തായിരുന്നോ? നമുക്ക് സ്നേഹിതരും പരിചയമുള്ളവർ എത്ര പേര് പോയി, ബാധ വന്നല്ലേ പ്രിയരെ. ഇവൻ പറയുന്നത് കർത്താവിനോട് കൂടി ഇരിക്കുമ്പോൾ ഇതൊന്നും വരുത്തില്ലെന്നാ. ഞാൻ പറയുന്നത് അത് വന്നാലും കർത്താവ് നിന്റെ ദൈവഹിതമാണെങ്കിൽ നിനക്ക് സൗഖ്യം നൽകും. അതല്ല, ദൈവഹിതമല്ല, രോഗശൈലിയിലും കർത്താവ് നിന്നെ വഴി നടത്തും. മുള്ളു മാറ്റിയാലും മുള്ളു മാറ്റിയില്ലേലും കർത്താവ് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. പൗലോസ് 3 തവണ അത് പ്രാർത്ഥിച്ചു, കാര്യം പിടികിട്ടി, കർത്താവ് മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ പറയുകയാണ്, ഐ വിൽ ഗ്ലാഡ്ലി റിജോയ്സ് ഇൻ മൈ വീക്ക്നെസ്. ഞാൻ എൻ്റെ ബലഹീനതകളിൽ സന്തോഷിക്കും. ആ മുള്ള അവിടെ ഇരിക്കട്ടെ കർത്താവേ, അവിടുന്ന് മാറ്റണ്ട. ആ മുള്ള അവിടെ ഇരിക്കട്ടെ, അവിടുത്തെ കൃപ എനിക്ക് മതി. പല രോഗങ്ങൾ മാറി കർത്താവ് ചിലപ്പോൾ മാറ്റത്തില്ലെന്ന് വരും. കാരണം എന്നറിയാമോ? ആ രോഗം മാറ്റിയ നീ നെഗളിച്ചെന്ന് വരാം, നിന്റെ നിത്യത പോയെന്ന് വരാം. ആ നിത്യത പോകാതെ, നീ നെഗളിക്കാതെ ചില രോഗങ്ങളെ കർത്താവ് വെച്ചെന്ന് വരും. അതുകൊണ്ട് ആരും ചിന്തിക്കരുത് എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുമെന്ന്. ആരും ചിന്തിക്കരുത്. ദൈവഹിതം നടക്കട്ടെ. 3-ാമത് എന്താ പറയുന്നറിയാമോ? എന്നെ മാനിക്കുന്നവനെ പിതാവ് മാനിക്കും. എന്താ മാന്യത? ഇന്നിവിടെയാണെങ്കിൽ നാളെ അവിടെ, മറ്റന്നാൾ അവിടെ. വേദിയിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്ന അവസരങ്ങൾ, ധാരാളം പണം, ഇതെല്ലാം മാന്യത. എന്താണ്? ആദ്യത്തെ കാര്യം നടന്നില്ല എങ്കിൽ 2-ാമത്തെ കാര്യം പ്രതീക്ഷിക്കണ്ട, 3-ാമത്തെ കാര്യം പ്രതീക്ഷിക്കണ്ട. ആരാ കർത്താവിനോട് കൂടി ഇരിക്കാൻ പോകുന്നതെന്നറിയാമോ? നിത്യതയിൽ ഇന്ന് ഈ ഭൂമിയിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് ഫലം കായ്ക്കുന്നവനാണ് ആ ദിവസം കർത്താവിനോട് കൂടി ഇരിക്കാൻ പോകുന്നത്. അവരെയാണ് കർത്താവ് മാനിക്കാൻ പോകുന്നത്. ആരെ? ഈ ഭൂമിയിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് ഫലം കായ്ക്കുന്നവരെ കർത്താവ് വന്ന് മാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ആ ക്രൂശിൻ്റെ പാതയിലേക്ക് നമുക്ക് പോകാൻ ഒരു തീരുമാനം നമുക്ക് എടുക്കണം. പെന്തക്കോസ് മതത്തിൽ നിന്ന് വെളി വാ പ്രിയരെ.
ഞാൻ അഭ്യർത്ഥിക്കുക, കം ഔട്ട് ഓഫ് ദിസ് റിലീജിയസ് തിങ്, കം ഔട്ട് ഓഫ് ദിസ് യേശുവിനെ കാണിക്കാത്ത മതത്തിൽ നിന്ന് വെളിവാ. പെന്തക്കോസ് വിട്ടുപോകാനല്ല ഞാൻ പറയുന്നത്, പെന്തക്കോസിൻ്റെ അകത്ത് ഒരു വലിയ ഉണർവ് വരണം. അതില്ല, അവർ പറയുന്ന ഉണർവല്ല, കേവലം കയ്യടിയിൽ നിൽക്കുന്ന ഉണർവല്ല, തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപാവരങ്ങളും ജ്വലിച്ച് ദൈവവചനത്തിൽ വേരൂന്നി വളരുന്ന റിയൽ പെന്തക്കോസ്റ്റ് നമ്മുടെ ഇടയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടോ? ക്രൂശിൻ്റെ മാർഗം ഞാൻ എടുത്ത് ആ ക്രൂശിലേക്ക് ഞാൻ പോകും. ഗോതമ്പ് മണി പോലെ വെറുതെ ഇരിക്കുകയില്ല, അത് ഞാൻ നിലത്തു വീണ് ചാകും. എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ വസിക്കണം. എന്നെ ഇവിടെ ആരും മാനിച്ചില്ലെങ്കിൽ, എന്നെ ഇവിടെ ആരും ഒന്ന് തന്നില്ലെങ്കിൽ, പറഞ്ഞില്ലെങ്കിൽ, ഇറ്റ് ഡസന്റ് മാറ്റർ. എന്നെ മാനിക്കുന്ന ഒരു നിത്യതയിൽ ഒരു പിതാവ് ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന ശേഷിപ്പ് ഇവിടെ ഉണ്ടോ? ഷോ us ജീസസ്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. ഞാൻ 2-3 മിനിറ്റ് കൂടുതലെടുത്തതിനോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Are we ready to remain or are we ready to die? You don't have an option. I'm telling you, you don't have an option. ജീസസ് നിലത്ത് വീണ് ചത്തത് കൊണ്ടല്ലേ ഇന്നിവിടെ എനിക്ക് ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റിയത്? പറ, അല്ലേ? യേശു നിലത്ത് വീണ് ചത്തത് കൊണ്ടല്ലേ നമുക്കിന്ന് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റിയത്? നിലത്ത് വീണ് ചാകാതെ റിമെയിൻ. ഹല്ലേലൂയ. വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ ഇവിടെ ഒരു ആരാധന നടക്കുമായിരുന്നു, ഇവിടെ ഞാൻ വന്ന് പ്രസംഗിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ വിരോധിയും ശത്രുവും ഹല്ലേലൂയ പാപത്തിൽ ഞാൻ കിടന്നേനെ. എന്നാൽ ഇന്ന് എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നത് എൻ്റെ കർത്താവ് 2000 വർഷം മുമ്പ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തതുപോലെ ചത്തത് കൊണ്ടല്ലേ ഈ ഫലങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാത പിൻപറ്റും. ഹല്ലേലൂയ. അങ്ങനെ മാത്രം തീരുമാനമെടുക്കുന്നവർ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റിരിക്കാൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ മാത്രം തീരുമാനമെടുക്കുന്നവർ, ഈ പെന്തക്കോസ്ത് മതത്തിൻ്റെ ഉള്ളിൽ ഒരു റീഫോർമേഷൻ നടക്കണം, ഒരു ഉണർവ് നടക്കണം, ദൈവത്തിൻ്റെ വചനത്താലുള്ള ഒരു ഉണർവ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കൾ ഇവിടെ ഉണ്ടോ? ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും അതുപോലെ നടക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീരുമാനമെടുത്തവർ അതരങ്ങളെ തുറന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുക. സബ്മിറ്റ് യുവർ ലൈഫ്. ലോർഡ്, ഐ ഡോണ്ട് വാണ്ട് ടു റിമെയിൻ, ഐ വാണ്ട് ടു ഡൈ. ഐ വാണ്ട് ടു ഗീവ് മൈ സെൽഫ്. എൻ്റെ ഇച്ഛ, എൻ്റെ സ്വയ താല്പര്യം, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പാട്ട് ഞാനിവിടെ പാടാം, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പാടണം. ഒരു പഴയ പാട്ടാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പാടണം. കോരൻ്റോടൊന്ന് സഹകരിക്കണം. ഐ എം ജസ്റ്റ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ടു ഡു ദിസ്. എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഹല്ലേലൂയ. ഒരു സമർപ്പണം ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. ഐ വാണ്ട് ടു കം ഔട്ട് ഓഫ് ദിസ്. ഐ വാണ്ട് ടു സീ ജീസസ്. ജീസസിനെ എനിക്ക് കാണണം. ഷോ മീ ജീസസ്. പാസ്റ്റേഴ്സ്, ഷോ മീ ജീസസ്. യേശുവിനെ കാണിക്ക് പ്രവാചക, യേശുവിനെ കാണിക്ക് ദേവദാസ. ഐ വാണ്ട് ടു സീ ദ യേശുവിൻ്റെ സുപ്പീരിയോറിറ്റി, നിസ്തുല്യത എന്നെ കാണിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപികളും നിൻ സ്നേഹത്തെ എൻ്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ കാൽവറി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. ഒരു നിമിഷം നീടുക. പാപികളുടെ സ്നേഹത്തെ എൻ്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ കാൽവറി മാലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ
എന്നെ